നമസ്കാരം. ഒരു പരമ്പരാഗത കൊല്ലപ്പണിക്കാരൻ്റെ ആലയിൽ ഊതിക്കാച്ചിയെടുക്കുന്ന ഇരുമ്പിന് നല്ല ക്ഷമതയും മൂർച്ചയും ഉണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ. മറ്റ് ഒരു ഇരുമ്പ് ആയുധവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിന് ഈടും അതിൻ്റെ ശക്തിയും കാഠിന്യവും ഒക്കെ കൂടുതലുമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എന്താണ് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റെയിൽവേയുടെ വീലുകൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് വളരെ വലിയ ഒരു റെയിൽവേ ശൃംഖലയുണ്ട്. നിരവധി ആയിരക്കണക്കിന് ട്രെയിനുകളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ആ വീലുകൾ, ചക്രങ്ങൾ, അത് പൂർണ്ണമായും ഉരുക്കിൽ നിർമ്മിതമായതാണ്, ഇരുമ്പിൽ നിർമ്മിതമായതാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെന്താണ് നേരത്തെ പറഞ്ഞ കൊല്ലപ്പണിക്കാരൻ്റെ ആലയുമായിട്ട് എന്ത് ബന്ധം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർമ്മിതികളുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ അതിന് കാരണമുണ്ട്. സാധാരണ ഒരു ഇരുമ്പ് ചക്രമല്ല നമ്മുടെ റെയിൽവേ വീലുകൾ. കാരണം അത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ റെയിൽപാളത്തിലൂടെ സഞ്ചരിക്കേണ്ടതാണ്, വലിയ ഭാരം വഹിക്കേണ്ടതാണ്. അപ്പോൾ തേയ്മാനവും മറ്റു കാര്യങ്ങളുമൊക്കെ സംഭവിക്കാം. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കുക, കൂടാതെ ഈ പാളം തെറ്റൽ പോലെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും അതിജീവിക്കുക പോലെയുള്ള വെല്ലുവിളികളും ആ റെയിൽവേ ചക്രങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു ഇരുമ്പ് വളയമല്ല അത്. അതിനെന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്നുള്ളത് സാമാന്യ യുക്തിയിൽ മനസ്സിലാക്കി വെക്കുക. ഫോർജ് വീൽ എന്ന് കേട്ടിട്ടുണ്ടാകുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലവട്ടം ഉരുക്കി അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം ഉറപ്പാക്കുന്ന ഇരുമ്പിനെ വിളിക്കുന്ന പേരാണ് ഫോർജ്ഡ് അയൺ, അല്ലെങ്കിൽ ഇപ്പോൾ ചക്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോർജ്ഡ് വീൽ എന്നാണ് അതിന് പറയുക. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു കാലഘട്ടത്തിന് ശേഷം ഈ ട്രെയിനിൻ്റെ വേഗതയൊക്കെ വർദ്ധിപ്പിച്ചത് നമ്മുടെ അറിവിലേക്ക് കൊണ്ടുവരിക ഈ LHB ട്രെയിനുകളുടെ വരവോടുകൂടിയാണ് അത് തുടങ്ങിയത്. ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള അതിവേഗ അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ നമ്മുടെ റെയിൽപാളങ്ങളിലുണ്ട്. അപ്പോൾ ഈ സാധാരണ ഉണ്ടായിരുന്ന ട്രെയിനുകളെ അപേക്ഷിച്ച് ഈ പുതുതലമുറ ട്രെയിനുകളുടെ കടന്നുവരവോടുകൂടിയാണ് ഈ ഫോർജ്ഡ് വീൽ അല്ലെങ്കിൽ ഫോർജ്ഡ് ചക്രങ്ങൾ, റെയിൽവേ ചക്രങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്ത് മുമ്പില്ലാതിരുന്നൊരു സാങ്കേതിക വിദ്യയായിരുന്നു. ഈ വീലുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുക അല്ലാണ്ട് നിർവാഹമില്ലായിരുന്നു. അപ്പോൾ മുൻപ് നമ്മൾ UK നിന്നോ ബ്രസീലിൽ നിന്നോ ചൈന, റഷ്യ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഇതിനുവേണ്ടി ആശ്രയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ ആഭ്യന്തര ഉൽപ്പാദനം വഴി അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ ആഗോളതലത്തിൽ ഈ റെയിൽവേ വീലുകളുടെ കയറ്റി അയക്കുന്ന ഒരു പ്രധാന ഹബ്ബായിട്ട് നമ്മുടെ രാജ്യം മാറി എന്നൊരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കുന്നതോടെ ഇന്ത്യക്ക് വൻതോതിലുള്ള വിദേശ നാണയം നേടിയെടുക്കാനുള്ളൊരു സാധ്യതയും കൂടിയാണ് ഇതിലൂടെ തെളിയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ റെയിൽവേ വീലുകളുടെ നിർമ്മാണം പൂർണ്ണമായി നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണെന്ന് കരുതേണ്ടതില്ല. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ രംഗത്തുണ്ട്. അത് ബംഗളൂരുവിലെ റെയിൽ വീൽ ഫാക്ടറിയാണ്. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം തങ്ങളുടെ അധിക ശേഷി അന്താരാഷ്ട്ര വിപണിയിലേക്ക് റെയിൽവേ ഘടകങ്ങൾ കയറ്റുമതി ചെയ്യാനും ഈ സ്ഥാപനം ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ബീഹാറിലുള്ള റെയിൽ വീൽ പ്ലാന്റ് ആണ്. ഇത് രണ്ടും കാസ്റ്റിംഗ് വീലുകൾ ആണ് നിർമ്മിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർജ്ഡ് വീലുകളല്ല ഇവിടെ നിർമ്മിക്കുന്നത്. കാസ്റ്റിംഗ് വീലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽപാളത്തെ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ 2 സൈഡിലും പഴയ ഇരുമ്പ് സാമഗ്രികൾ കൂട്ടിയിട്ടേക്കുന്ന ഉണ്ടാകുമല്ലോ. നമ്മൾ പഴയ പാളങ്ങളടക്കം നമ്മൾ ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, ഇതിവിടെ വെറുതെ കിടന്ന് തുരുമ്പെടുക്കുകയല്ലേ, ആർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അത് തൂക്കി വിറ്റിട്ടെങ്കിലും പ്രയോജനപ്പെടുത്താമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വാസ്തവം അതല്ല. ഇതെല്ലാം റെയിൽവേയുടെ തന്നെ സ്ക്രാപ്പാണ്. ഈ ഉരുക്ക് സാമഗ്രികൾ കൊണ്ടുപോയി ഉരുക്കി അത് അച്ചുകളിലേക്ക് മാറ്റി ഒഴിച്ചാണ് ഈ കാസ്റ്റിംഗ് വീലുകളൊക്കെ നിർമ്മിക്കുന്നത്. പഴയ കാലം മുതലേ നമ്മുടെ ട്രെയിനുകൾ സർവീസ് നടത്തുന്ന ഇത്തരം കാസ്റ്റിംഗ് വീലുകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കഥ മാറി. ഇപ്പോൾ കാസ്റ്റിംഗ് വീലുകളേക്കാൾ നമുക്ക് അത്യാവശ്യം നേരത്തെ പറഞ്ഞ ഫോർജ്ഡ് വീലുകൾ. ഈ പറയുന്ന കാസ്റ്റിംഗ് വീലുകൾ നമ്മൾ മൊസാംബിക് പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഈ കാസ്റ്റിംഗ് വീലുകൾ കയറ്റി അയക്കുന്നുണ്ട്. പിന്നെ ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, USA, ഓസ്ട്രേലിയ തുടങ്ങിയ അന്താരാഷ്ട്ര വിപണികളിലേക്കും ഇന്ത്യയുടെ കാസ്റ്റിംഗ് വീലുകൾ കയറ്റി അയക്കുന്നത്. അതായത് പഴയ രീതിയിലുള്ള ട്രെയിനുകൾ ഓടിക്കുന്നതിന് ഇപ്പോഴും ഈ കാസ്റ്റിംഗ് വീലുകൾ തന്നെയാണ് വേണ്ടത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഈ കാസ്റ്റിംഗ് വീലുകളുടെ കാര്യത്തിൽ ബംഗളൂരുവിലെ റെയിൽ വീൽ ഫാക്ടറി 2025-2026 സാമ്പത്തിക വർഷത്തിൽ ഏതാണ്ട് 3500 കോടി രൂപയിലധികം വിറ്റുവരവ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പുതിയ റെയിൽവേ വീലുകളെ ഫോർജ് വീലുകൾ എന്നാണല്ലോ ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച. അങ്ങനെ വിശേഷിപ്പിക്കാൻ അതിന് ചില കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്.
ഉയർന്ന മർദ്ദവും ചൂടും ഉപയോഗിച്ച് ലോഹത്തെ അടിച്ച് രൂപപ്പെടുത്തുന്ന ഫോർജിംഗ് എന്ന പ്രത്യേക നിർമ്മാണ പ്രക്രിയയിലൂടെ ഉണ്ടാകുന്നതിനാലാണ് റെയിൽവേ വീലുകളെ ഫോർജ്ഡ് വീലുകൾ എന്ന് വിളിക്കുന്നത്. ലോഹം ഉരുക്കി അച്ചിലൊഴിച്ച് നിർമ്മിക്കുന്ന രീതിയിലുള്ള വീലുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കരുത്ത് വളരെ കൂടുതലായിരിക്കും. ഫോർജിംഗ് പ്രക്രിയയിൽ ലോഹത്തിന്മേൽ ടൺ കണക്കിന് മർദ്ദം ഉപയോഗിക്കുന്നതിനാൽ അതിൻ്റെ ആന്തരിക ഘടന കൂടുതൽ കടുപ്പമുള്ളതായിരിക്കും. കാസ്റ്റിംഗ് രീതിയിൽ നിർമ്മിക്കുമ്പോൾ, അതായത് പരമ്പരാഗത രീതിയിൽ നിർമ്മിക്കുമ്പോൾ അതിൽ വായു കുമിളകളോ സൂക്ഷ്മമായ വിള്ളലുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫോർജ്ഡ് ടെക്നോളജിയിൽ അങ്ങനെ തീരെ ഉണ്ടാകാറേ ഇല്ല. മണിക്കൂറിൽ 160 കിലോമീറ്ററിലധികം വേഗതയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ വന്ദേ ഭാരത് പോലെയുള്ള സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് ഫോർജ്ഡ് വീലുകൾ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പിന്നെ ചരക്ക് വണ്ടികളുടെയും അതിവേഗ പാസഞ്ചർ വണ്ടികളുടെയും കനത്ത ഭാരവും ട്രാക്കിൽ നിന്നുള്ള ആഘാതങ്ങളും താങ്ങാൻ ഈ വീലുകൾക്ക് പ്രത്യേക കഴിവുമുണ്ട്. കൂടാതെ ഇതിൻ്റെ ഘർഷണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണിയും വളരെ കുറച്ചേ വേണ്ടി വരൂ. ഒരു ഫോർജ്ഡ് വീലിന് അതിൻ്റെ ആയുർദൈർഘ്യം നോക്കുമ്പോൾ ഏതാണ്ട് 15 മുതൽ 20 ലക്ഷം കിലോമീറ്റർ വരെ അതിൽ പ്രത്യേകിച്ച് അറ്റകുറ്റപ്പണിയൊന്നും വേണ്ടാതെ, തകരാറുകളൊന്നും ഇല്ലാതെ ഓടാൻ സാധിക്കും. എന്നാൽ പഴയ രീതിയിലുള്ള ലോഹം ഉരുക്കി ഒഴിച്ച് നിർമ്മിക്കുന്ന വീലുകളാണെങ്കിൽ അതിന് പരമാവധി ഏതാണ്ട് 8 ലക്ഷം മുതൽ 12 ലക്ഷം കിലോമീറ്റർ വരെ ഓടാൻ സാധിക്കുള്ളൂ. അതിനുശേഷം അതിനെ അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാക്കുകയോ അതിനെ മാറ്റുകയോ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഫോർജ്ഡ് വീലുകൾ ഇപ്പോൾ കയറ്റി അയക്കാൻ പോവുകയാണ്. നാം നേരത്തെ പറഞ്ഞു, ഈ LHB ട്രെയിനുകളുടെ കടന്നുവരവോടുകൂടിയാണ് നമുക്ക് ഈ ഫോർജ്ഡ് വീലുകളുടെ ആവശ്യകത വന്നത്. നമുക്ക് അതിൻ്റെ ഇവിടെ നിർമ്മാണം ഉണ്ട്, പക്ഷേ അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെ തികയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഈ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾ വന്നതിന് ശേഷം നമ്മളിപ്പോൾ വിദേശ രാജ്യത്തേക്ക് ഈ ഫോർജ്ഡ് വീലുകൾ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റി അയക്കാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്, നമ്മുടെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ. അതിൻ്റെ കീഴിലുള്ള ദുൽഗാർപൂർ സ്റ്റീൽ പ്ലാന്റിൽ ഫോർജ്ഡ് വീലുകൾ നിർമ്മിച്ച് ഇന്ത്യൻ റെയിൽവേക്ക് നൽകുന്നുണ്ട്. പക്ഷേ ഈ പ്ലാന്റിൽ പ്രതിവർഷം 40,000 ഫോർജ്ഡ് വീലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയേ ഉള്ളൂ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് തന്നെ തികയാത്തൊരു അവസ്ഥയുണ്ട്. പിന്നെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം, അത് RINL, അവരുടെ കീഴിലുള്ള ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും ഇതേപോലെ ഒരു ഫോർജ്ഡ് വീൽ പ്ലാന്റ് ഉണ്ട്. അതിൽ ഏതാണ്ട് 80,000 ഫോർജ്ഡ് വീലുകൾ നിർമ്മിക്കാനുള്ള ശേഷിയും അവിടെയുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ, അപ്പം 40,000, 80,000, 1,20,000 ആണ് മൊത്തം ശേഷി. പക്ഷെ അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് പോലും തികയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇപ്പോൾ സ്വകാര്യ സംരംഭകർ അടക്കമുള്ള ആൾക്കാർ ഈ മേഖലയിലേക്ക് രംഗപ്രവേശനം ചെയ്തത്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകളുടെ എണ്ണം ഇപ്പോൾ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ചരക്ക് തീവണ്ടികളുടെ വേഗത നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അത് വലിയ ഭാരം വഹിക്കുന്നതിനോടൊപ്പം നമ്മളിപ്പോൾ 12,000 ഹോഴ്സ് പവർ ശേഷിയുള്ള ഇലക്ട്രിക് എഞ്ചിനുകൾ വരെ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചരക്ക് തീവണ്ടികളുടെ വേഗത ഇപ്പോൾ മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ഷമത, വീലുകളുടെ ക്ഷമത വർദ്ധിപ്പിക്കേണ്ടതുകൊണ്ട് ചരക്ക് തീവണ്ടികളിൽ ഇപ്പോൾ ഫോർജ്ഡ് വീലുകൾ ആവശ്യമായി വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വകാര്യ ഫോർജ് റെയിൽ വീൽ പ്ലാന്റ് അത് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ സബ്സിഡിയറിയായ ജൂപ്പിറ്റർ ടാട്ര വഗോങ്ക റെയിൽ വീൽ ഫാക്ടറി, അവർ ഒഡീഷയിലാണ് ആ പ്ലാന്റ് ഉള്ളത്. അവരാണിപ്പോൾ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാൻ, ഈ ഫോർജ്ഡ് വീലുകൾ കയറ്റുമതി ചെയ്യാനായിട്ട് സ്ലോവാക്യൻ കമ്പനിയായ ടാട്ര വഗോങ്കയുമായിട്ട് 10 വർഷത്തെ ദീർഘകാല കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒഡീഷയിലെ ഈ പ്ലാന്റിൽ പ്രതിവർഷം 1 ലക്ഷം വീൽ സെറ്റുകൾ നിർമ്മിക്കാൻ ശേഷിയുണ്ട്. ഇതിൽ 40 മുതൽ 50% വരെ ഏകദേശം 50,000 എണ്ണം യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ടാണ് ഇവർ പ്ലാൻ ഇടുന്നത്. ഇവർ മാത്രമല്ല, മറ്റു ചില സ്വകാര്യ സംരംഭകരും ഈ ഫോർജ്ഡ് വീല് നിർമ്മാണ രംഗത്തുണ്ട്. അതൊന്ന് രാംകൃഷ്ണ ഫോർജിങ്സ്, ടിറ്റ ഗഡ്സ് റെയിൽ സിസ്റ്റംസ് തുടങ്ങിയ സ്വകാര്യ കൺസോർഷ്യങ്ങളും, പിന്നെ തമിഴ്നാട്ടിലെ ഗുമിണ്ടിപ്പുണ്ടിയിൽ 650 കോടി നിക്ഷേപത്തിൽ പുതിയ ഫോർജ്ഡ് വീൽ ഫാക്ടറിയും ഇപ്പോൾ സ്ഥാപിക്കുന്നുണ്ട്. ഇവിടെ നിർമ്മിക്കുന്ന ഏതാണ്ട് 2.5 ലക്ഷത്തോളം വീലുകൾ വലിയൊരു പങ്ക് കയറ്റുമതി ചെയ്യാനായിട്ടാണ് പദ്ധതിയിടുന്നത്. ഇപ്പോൾ ഈ LHB കോച്ചുകളുമായിട്ട് വർഷങ്ങളായിട്ട് വളരെ വലിയ തോതിലാണ് ഇപ്പോൾ ഫോർജ്ഡ് വീലുകൾ നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത്. LHB കോച്ചുകൾ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു രാജധാനി എക്സ്പ്രസ് ആ കാലം തൊട്ടാണെന്ന് തോന്നി LHB കോച്ചുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഏതായാലും 1960 മുതൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരു ഇറക്കുമതി വേണ്ടി വന്നിരുന്നു. പക്ഷെ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയൊരു സാമ്പത്തിക ബാധ്യതയും ഉള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ വന്ദേ ഭാരത് പോലെയുള്ള അതിവേഗ ട്രെയിനുകളുടെ നിർമ്മാണം ശക്തമായതോടെ നമുക്കിപ്പോൾ പ്രതിവർഷം 80,000 മുതൽ 1,20,000 വരെ
ഫോർജ്ഡ് വീലുകൾ ഇപ്പോൾ വിദേശത്തുനിന്ന് വാങ്ങേണ്ട ഒരവസ്ഥയായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഫോർജ്ഡ് വീൽ ഇറക്കുമതിക്കായി റെയിൽവേ ഏകദേശം 900 കോടി രൂപ വിദേശ രാജ്യങ്ങൾക്ക് നൽകേണ്ടിയും വന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പത്തെ വർഷങ്ങളിൽ ഇത് 520 കോടി രൂപയോളമായിരുന്നു. അപ്പോൾ ഈ വർധനവിന് കാരണം നമ്മൾ ട്രെയിനുകളുടെ എണ്ണം, പുതിയ തലമുറ ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ചത് തന്നെയാണ് കാരണം. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം പൂർണ്ണ തോതിലാകുന്നതോടെ 2026 ശേഷം ഇന്ത്യക്ക് 2 ലക്ഷം ഫോർജ്ഡ് വീലുകൾ ആവശ്യമായി വരുമെന്നുള്ളതാണ് നമ്മുടെ റെയിൽവേയുടെ തന്നെ കണക്ക്. അപ്പോൾ ഇത്രയും വലിയ ആവശ്യകത ഉണ്ടാകുമ്പോൾ നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നാൽ ആ പണം മുഴുവൻ പോവുക ചൈന പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ചില വിദേശ രാജ്യങ്ങളിലേക്കായിരിക്കും. അപ്പോൾ പ്രതിവർഷം 2.28 ലക്ഷം വീലുകൾ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫോർജ്ഡ് വീൽ ഫാക്ടറികൾ ഇന്ത്യയിൽ തന്നെ സ്ഥാപിച്ച് നമ്മളിവിടെ ഉൽപ്പാദനം നടത്താനായിട്ടാണ് നമ്മുടെ ഒരു ലക്ഷ്യം ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ 7 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഈ ഫോർജ്ഡ് വീൽ ഇറക്കുമതി, അപ്പോൾ ഇങ്ങനെ നിരവധി സംരംഭങ്ങൾ വരുന്നതോടെ ഏതാണ്ട് 70 വർഷം നീണ്ടുനിന്ന ഈ ഇറക്കുമതി ഏതാണ്ട് ഇപ്പോൾ അവസാനിക്കുകയാണ്. ഇറക്കുമതി അവസാനിക്കുന്നതിനോടൊപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി തുടങ്ങാനായിട്ടുള്ള പരിപാടിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് 10 വർഷത്തെ കരാർ പ്രകാരം 50,000 വീൽ സെറ്റുകൾ അവർ യൂറോപ്പിലേക്ക് കയറ്റി അയക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ അതുവഴി പ്രതിവർഷം 1000 കോടി മുതൽ 1500 കോടി രൂപ വരെ വിദേശ നാണയം നേടുമെന്നാണ് അവരുടെ ഒരു അനുമാനം. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണം ഏതാണ്ട് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിതരണം 2027 പൂർണ്ണ തോതിൽ ആരംഭിക്കാനായിട്ടാണ് ഇവർ പദ്ധതിയിടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ രാംകൃഷ്ണ ഫോർജിങ്സ്, ടിറ്റാഗഡ് റെയിൽവേ സിസ്റ്റംസ്, തമിഴ്നാട്ടിലുള്ള ഫോർജ്ഡ് വീൽ ഫാക്ടറിയിൽ ഇവരൊക്കെ നിർമ്മിക്കുന്ന ഏതാണ്ട് 2.5 ലക്ഷം വീലുകളിൽ 1.7 ലക്ഷം വീലുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ടുള്ള കരാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളെ ഏതാണ്ട് പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നു. ഇത്തരം വലിയ സാമ്പത്തിക മുതൽ മുടക്ക് വേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അത് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് തന്നെ അത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്. കാരണം വൻതോതിൽ വിദേശ നാണയം പുറത്തേക്ക് പോകുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതിനപ്പുറം നമ്മുടെ രാജ്യത്തേക്ക് വലിയ തോതിൽ വിദേശ നാണയം എത്തിക്കാനായിട്ടുള്ള വലിയൊരു അവസരമായിട്ടാണ് ഈ റെയിൽ വീൽ അതിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ കയറ്റുമതിയും ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്.